നമസ്കാരം. ഒരൊറ്റ പോസ്റ്ററിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല UDFനെ ഏറി കയറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. വമ്പൻ ഹിറ്റായി, ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് സിനിമ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. ആ സിനിമയുടെ പോസ്റ്റർ ഇപ്പോ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. അപ്പോ സിനിമ കണ്ടിറങ്ങിയ ആളുകളൊക്കെ തുടരും എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ ഉപയോഗിച്ച് ആ പോസ്റ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പടവും ചേർത്ത് ഈ സർക്കാരും അതുപോലെ തന്നെ ഈ ഭരണവും തുടരും എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ 4ാം വാർഷികത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിക്കും ഒക്കെ ആശംസകൾ നേർന്നുകൊണ്ട് പലരും ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. തുടരുമെന്ന് പറയുന്ന ആ പോസ്റ്റർ അപ്പൊ എന്റെ ഈ വാർത്തയുടെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പോസ്റ്റർ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട പാടി തന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലയും ഒരു തുടരും എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഇപ്പോ നിലവിൽ അവർ എവിടെയാണ് ഇരിക്കുന്നത്? പ്രതിപക്ഷത്താണ്. അപ്പോ പ്രതിപക്ഷ നേതാവ് തുടരും എന്ന് പറയുന്നതിന്റെ ആ ഒരു ഉദ്ദേശം എന്താണ് എന്ന് പലരും ചോദിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടം വെച്ചിട്ട് തുടരുമെന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, അതായത് LDF 3.0 വരും എന്ന്, അത് വരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടതെന്ന് നമുക്കങ്ങ് പറയാം. പക്ഷെ രമേശ് ചെന്നിത്തല തുടരുമെന്ന് പറഞ്ഞ് ഇടുന്നതിന്റെ ഉദ്ദേശം നമുക്ക് വ്യക്തമാണ്, അദ്ദേഹത്തിനും അറിയാം ഇനി ഈ പറയുന്നത് പോലെ ഭരണത്തിൽ എത്താൻ കഴിയില്ല എന്ന്. VD സതീശന്റെയും അതുപോലെ തന്നെ K സുധാകരന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇക്കുറിയും അതായത് പ്രതിപക്ഷത്ത് തന്നെ തുടരും എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ആ പോസ്റ്ററിന് കീഴെ വന്നിരിക്കുന്ന കമന്റുകൾ അതിരസകരമായിട്ടുള്ള കമന്റുകളാണ്. ഞാനത് ഒക്കെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് വായിക്കാം. അതായത് ഒരാൾ ഇട്ടിരിക്കുകയാണ്, സുരേഷ് കുമാർ തുടരണം, പ്രതിപക്ഷത്ത് തന്നെ തുടരണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു വിനീഷ് പറയുന്നു, പ്രതിപക്ഷമായി തുടരും എന്നല്ലേ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരാൾ സന്തോഷ് കുമാർ ചോദിക്കുന്നു, താങ്കളെ ട്രോളാൻ താങ്കൾ തന്നെ ധാരാളം, ഇപ്രാവശ്യം പ്രതിപക്ഷ നേതാവായി കുഞ്ഞാലിക്കുട്ടിയെ ആക്കാനാണ് സാധ്യത എന്ന് പറയുന്നു. അതുപോലെ തന്നെ വേറെ സുലൈമാൻ എന്ന് പറയുന്ന ഒരാൾ പറയുന്നു, ഇങ്ങനെ തന്നെ തുടരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗോപകുമാർ പറയുന്നു, ഉറപ്പായും പ്രതിപക്ഷത്ത്. അടുത്ത ഒരാള് ജനീഷ് പറയുന്നു, തുടരും, വീണ്ടും പ്രതിപക്ഷത്ത്. അതുപോലെ തന്നെ ജോജു പറയുന്നു, അടുത്ത പ്രതിപക്ഷ നേതാവായി തുടരും എന്നാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഞാൻ അധികം ഒന്നും വായിക്കുന്നില്ല, മുഴുവൻ കമന്റുകളും ഏറെക്കുറെയൊക്കെ ഇങ്ങനെയുള്ള കമന്റുകൾ തന്നെയാണ്. അതായത് തുടരും എന്ന് പറഞ്ഞ ഒരൊറ്റ പോസ്റ്റ് ഇട്ടപ്പോ നിറഞ്ഞ കയ്യടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് രമേശ് ചെന്നിത്തല ഇട്ടതാണ്. നാട്ടിലെ ജനങ്ങളും ചോദിച്ചു തുടങ്ങി, അതായത് നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് ഇടുവോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും VD സതീശനും സംഘവും ഒക്കെ പെട്ടിട്ടുണ്ട്, ആകെ വല്ലാത്തൊരു അവസ്ഥയായിട്ടുണ്ട്. ഇപ്പോ ഈ രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു പോസ്റ്റർ ഇട്ടതോടുകൂടി തന്നെ മൊത്തം തലവേദന ആയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു പോസ്റ്റർ വമ്പൻ ഹിറ്റായി മുന്നേറുമ്പോൾ ഒരു പോസ്റ്ററുമായിട്ട് ഒരു പോസ്റ്റർ ഇട്ടതിന്റെ പേരിൽ UDF മൊത്തത്തിൽ കിടന്ന് ഇങ്ങനെ ആടി ഉലയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോ ഇന്ന് നമ്മുടെ VD സതീശൻ ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. വാർത്താ സമ്മേളനത്തിൽ ഉടനീളം അങ്ങനെ VD സതീശൻ തേഞ്ഞൊട്ടിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, നിലമ്പൂരിൽ ആരാണ് സതീശ് ചേട്ടാ ഈ കുറി സ്ഥാനാർത്ഥി എന്നും. അത് കേട്ട വഴി തന്നെ സതീശൻ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. സതീശൻ ചോദിക്കുകയാണ്, അതെ എന്റെ അടുത്ത് മാത്രമാണ് ഇതൊക്കെ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ ആ പിണറായി വിജയന്റെ അടുത്തും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയുടെ അടുത്തൊക്കെ ചോദിക്കുക എന്ന് ഒക്കെ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ആക്രോശിക്കുന്നുണ്ട്. എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. അതിനുശേഷം എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ അത്തരം ചോദ്യങ്ങൾ CPMന്റെ നേതാക്കളുടെ അടുത്തും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെ ചോദിക്കാത്തത് എന്നതിനുള്ള ഉത്തരം കൂടി ഞാൻ പറയാം. അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ നടന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളത്, നിങ്ങൾ കോൺഗ്രസിനോട് മാത്രമേ ഇത് ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനോട് CPM സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് MV ഗോവിന്ദനോട് CPM സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കാത്തത്? ഞങ്ങൾക്ക് കൈ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ ഉണ്ടാവും. CPMനോട് നിങ്ങൾ ചോദിക്കുക, അവരുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് ചോദിക്കുക. ആരാണ് സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുക. പാർട്ടിക്കാരെങ്കിലും സ്ഥാനാർത്ഥിയാവുമെന്ന് ചോദിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാനുണ്ടല്ലോ, അത് നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. ഞങ്ങളോട് മാത്രം എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുക. കേട്ടല്ലോ, അണ്ണന് പിന്നെ ഭയങ്കര ദേഷ്യം പറയില്ലേ? അതായത് പാർട്ടിയിലുള്ള എല്ലാവരും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഓരോ ദിവസം പറയാണ്, എനിക്ക് സ്ഥാനാർത്ഥിയായി കൊള്ളാറുണ്ട്, എനിക്ക് സ്ഥാനാർത്ഥിയാവണം, ലാവന് സ്ഥാനാർത്ഥിയാവണം എന്നൊക്കെ സ്വാഭാവികമായിട്ടും പറയുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിന് ഹാലിളകുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, മാധ്യമങ്ങളോട് ചോദിച്ചതിന് ഉത്തരം ഞാൻ തന്നെ പറയാം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് അല്ലെങ്കിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിന്റെ അടുത്ത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ,
അതായത് നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്, അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ അധികാര കസേരയ്ക്ക് വേണ്ടിയും ഈ പറയുന്ന പാർട്ടി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയൊക്കെ എന്തായാലും വലിയ രീതിയിൽ അതിനു വേണ്ടി അടിപിടി കൂടുന്ന ആളുകളെ ഒന്നും നമുക്ക് CPM കാണാൻ സാധിക്കില്ല. അതൊക്കെ നമ്മൾ കോൺഗ്രസിൽ മാത്രം കണ്ടുവരുന്ന ഒരു സവിശേഷതയാണ്. ഒരു സീറ്റിന് വേണ്ടി ഒരു 100 ആളുകൾ കടിപിടി കൂടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം നിങ്ങൾ രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് മറ്റൊന്ന് പറയും, വൈകുന്നേരം ആകുമ്പോൾ വേറെ ഒന്നും പറയുന്ന ടീംസുകളാണെന്നും വാക്കിനൊരു വ്യവസ്ഥയില്ലാത്ത ആളുകളാണെന്നും മാധ്യമപ്രവർത്തകർക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരൊറ്റ നിലപാട്, ഒരൊറ്റ പ്രതികരണം, നട്ടലുള്ള പ്രതികരണങ്ങൾ, അതൊക്കെയാണ് നമ്മൾ CPM-ൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CPM നേതാക്കളുടെ അടുത്ത് എപ്പോഴാണ് ചോദ്യം ചോദിക്കേണ്ടതെന്നും എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടതെന്നൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാം. അത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എന്തായാലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. ഇനിയിപ്പോ അൻവർ പറഞ്ഞിട്ട് വേണം ആര് സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള കാര്യം. അൻവർ പറയുന്നു VS ജോയി ആക്കണമെന്ന്, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പറയുന്നു ആര്യൻ ഷൗക്കത്തിനെ ആക്കണമെന്ന്. അതുകൂടാതെ നമുക്കറിയാമല്ലോ വേറെ കുറെ ആളുകളും ഒക്കെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി നടക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നിലമ്പൂർ സീറ്റിന് വേണ്ടി ആകെ ഒരു സീറ്റേ ഉള്ളൂ. ആ ഒരൊറ്റ സീറ്റിന് വേണ്ടിയിട്ട് പാർട്ടിയിൽ ഗ്രൂപ്പ് തിരിഞ്ഞും ഗ്രൂപ്പ് തിരിയാതെയൊക്കെ വല്ലാത്ത രീതിയിലുള്ള പല പ്രഹസന അടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും എന്റെ പൊന്നു VD സതീശ നാളെ കാണുമ്പോഴും മാധ്യമപ്രവർത്തകർ ഇതേ ചോദ്യം തന്നെ ചോദിക്കും. അങ്ങനെ വാർത്താ സമ്മേളനം അവസാനിക്കാറായപ്പോ സതീശന്റെ കൂട്ടുകാരനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ഒരു ലൂസിഫറിലെ ഡയലോഗൊക്കെ മുക്കി മൂളിയൊക്കെ പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഇവരുടെ ഈ കൂട്ടുകാരെ തമ്മിലുള്ള അടിയെ പറ്റി മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ കൂട്ടുകാരൻ ഏത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കൂട്ടുകാരൻ സതീശൻ കൂട്ടുകാരൻ കൊടുക്കുന്ന മറുപടി കൂടി ഒന്ന് കാണാം. ഇവരുടെ തമ്മിലുള്ള ഈ ഇത്തരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടികളൊക്കെ നമുക്ക് അറിയാലോ. ഭയ്യമാർ തമ്മിലുള്ള ഈ ചങ്ങായിമാർ തമ്മിലുള്ള ഈ തർക്കങ്ങളൊന്നും നമുക്ക് വാർത്തയാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതിന് കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്നാലും നിങ്ങൾ ഈ പറയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖറിന് സതീശൻ കൊടുക്കുന്ന മറുപടി ഒന്ന് കണ്ടോളൂ. അല്ല, അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ കേട്ടു. അദ്ദേഹം മുണ്ടെടുത്താലും മുണ്ട് മടക്കി കുത്തിയാലും മുണ്ടയച്ച് തലയെ കെട്ടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പക്ഷെ അദ്ദേഹം അത് ആ സിനിമ ഡയലോഗ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത PR ഏജൻസികൾ പൊട്ടിക്കരഞ്ഞാണ്. കാരണം ആ പറഞ്ഞു കൊടുത്തത് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത്, PR ഏജൻസികൾ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, സിനിമയിൽ കാണുന്ന പോലെ അല്ല അത്. സിനിമയിൽ കണ്ടതിൻ്റെ സിനിമയിൽ ലൂസിഫർ സിനിമയിലെ ഡയലോഗാണല്ലോ അടിച്ചത്. ലൂസിഫർ സിനിമയിൽ കണ്ട നേരെ എതിരാണ് കണ്ടത്, നേരെ എതിര്. PR ഏജൻസികൾ കരഞ്ഞു കാണും. കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സിനിമ ഡയലോഗ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഡയലോഗ് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ട് കാണും. പിന്നെ മുണ്ട് എങ്ങനെ വേണമെങ്കിലും കുത്തിക്കോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങളെയൊന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല. പിന്നെ അദ്ദേഹം തെറി പറയണമെങ്കിൽ പറഞ്ഞോട്ടെ. അദ്ദേഹത്തെ പഴയ BJP-ക്കാർ ഇഷ്ടംപോലെ തെറി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവരോട് വേണമെങ്കിൽ തിരിച്ചു തെറിയും പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഞങ്ങളെയൊന്നും വരട്ടാനൊന്നും വേണ്ടി വരണ്ട. ഒന്ന് കേരളത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ചോ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളെക്കുറിച്ചോ കേരളത്തിലെ വഴികളെക്കുറിച്ചോ പോലും അദ്ദേഹത്തിന് അറിയില്ല. എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. കാരണം 2006 അദ്ദേഹം എങ്ങനെയാണ് രാജ്യസഭാ മെമ്പറായത്, എങ്ങനെയാണ് മെമ്പറായത് നിങ്ങൾ അന്വേഷിക്കുക. എങ്ങനെയാണ് മെമ്പറായത്? ബാക്ക് ഡോറിൽ കൂടിയാണ് ആയത്. 2012 അങ്ങനെ തന്നെ ആയത്. 2018 വീണ്ടും ആകുന്നതിന് മുമ്പാണ് BJP ചേർന്നത്. 5-6 കൊല്ലമേ ഉള്ളൂ BJP ചേർന്നിട്ട്. എന്നിട്ടാണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കേരളത്തിൽ വന്ന് 5 കൊല്ലം മന്ത്രിയായിരുന്നല്ലോ. ഇപ്പോൾ മലയാളം പറയാം, മലയാളത്തിൽ തെറി പറയാം. ഈ കേരളത്തിന് വേണ്ടി ആ കേന്ദ്രമന്ത്രിയായിരുന്നു. എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? വിട്ടേക്ക്. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞു, അത് വിട്ടേക്ക്, ആ കേസ് വിട്ടേക്ക്. നമ്മൾ ഫൈറ്റ് ചെയ്യാനൊന്നും വരുന്നില്ല. ഞാൻ ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ചോദ്യത്തിൽ പ്രസക്തി ഇല്ലല്ലോ അതിൻ്റെ അകത്ത്. എങ്ങനെയാണ് രാജ്യസഭാ മെമ്പറായത്? ഇത് നമ്മളെ പഠിപ്പിക്കാൻ വരുക, കേരളത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുവാണ്, കോൺഗ്രസിനെ പഠിപ്പിക്കാൻ വരുക, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിക്കാൻ വരുക കേരളത്തെക്കുറിച്ച്. ഇപ്പോഴല്ലേ നമ്മൾ കേട്ടു തുടങ്ങിയത്. എനിക്ക് ഒരു കുഴപ്പമില്ല, പഠിച്ചാലും കുഴപ്പമില്ല, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞങ്ങൾക്ക് നല്ലത്. ഇപ്പൊ ഒരു അടി കൂടി നടക്കും, കുറച്ചു നേരം കഴിയുമ്പോൾ തോളത്ത് കയറ്റി നടക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഈ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന്റെ മകളും അതുപോലെ തന്നെ ആന്റണിയുടെയും മകനും ഒക്കെ ഇപ്പൊ എവിടെയാണെന്ന് നമുക്കറിയാം. അനിൽ കെ ആന്റണിയൊക്കെ BJP-യിൽ ഇങ്ങനെ താമരയ്ക്ക് വളമിട്ടുകൊണ്ട് കിടക്കുകയാണ്. പത്മജ വേണുഗോപാലും അറിയാം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്, വളമിട്ട് ഇങ്ങനെ കൊണ്ടുപോയി നടക്കുകയാണ്. ഇനി ആരൊക്കെ വളമിടാൻ പോകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് ഇവര് തമ്മിലുള്ള അടിയൊന്നും അത്ര കാര്യമായിട്ട് എടുക്കുക വേണ്ട.
അറിയാലോ, രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് നമ്മുടെ LDF സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ നടക്കട്ടെ. രണ്ടുപേരും എതിർക്കുന്നത് ഇടതുപക്ഷത്തെയാണ്, ഇടതുപക്ഷം എതിർക്കുന്നതോ സംഘപരിവാറിനെയും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.